നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ തൊട്ടപ്പള്ളി ഒറ്റപ്പനയിലെ വയോധികയുടെ കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിലായി. സമീപവാസിയായ 68-കാരനായ അബൂബക്കറാണ് അറസ്റ്റിലായത്. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. കൊലപാതകം നടന്ന ശേഷം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തുന്നതിനിടെയും പ്രതി സ്ഥലത്തുണ്ടായിരുന്നു. കൊലപാതകം നടത്തിയ ശേഷവും രക്ഷപ്പെടുവാൻ ശ്രമിക്കാതെ യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് ഈ പ്രതി പോലീസ് നടപടിക്കിടെയും സ്ഥലത്ത് തുടർന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടും ഇയാൾ പ്രതികരിച്ചിരുന്നു. പലതവണ എത്തിയപ്പോഴും ഹംലത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു പ്രതികരണവും ഇല്ല എന്നാണ് അകത്ത് കയറി നോക്കണമെന്നും പ്രദേശവാസികളെ ബന്ധുക്കളെയും അറിയിച്ചുവെന്നുമാണ് അബൂബക്കർ പ്രതികരിച്ചത്. ഞായറാഴ്ച പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴും ആൾക്കൂട്ടത്തിൽ ഒരാളായി അബൂബക്കർ ഉണ്ടായിരുന്നു. ഹംലത്തിന്റെ കാണാതായ മൊബൈൽ ഫോൺ കൊലപാതകത്തിന് തൊട്ടടുത്തുള്ള ദിവസം വീടിന് സമീപത്തുണ്ടായിരുന്നതായി ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് പോലീസിന് വ്യക്തമായി. തുടർന്നായിരുന്നു ഈ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയത്. ഹംലത്തുമായി അബൂബക്കറിന് അടുപ്പമുണ്ടായിരുന്നതായാണ് പോലീസ് പറയുന്നത്. ശനിയാഴ്ച സുഖമില്ലാതിരുന്നിട്ടും ഹംലത്തിനെ ലൈംഗിക ബന്ധത്തിന് അബൂബക്കർ നിർബന്ധിച്ചു. ഇതിനിടെയാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസ് പറയുന്നത്. ഹംലത്തിന് ശ്വാസമുട്ട് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുവാനായി പ്രതി തന്നെയാണ് വീടിനകത്ത് മുളകുപൊടി വിതറിയത്. സംഭവ സ്ഥലത്ത് എത്തിച്ച് പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തോട്ടപ്പള്ളിയിലാണ് ഈ ഒറ്റപ്പനയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഹംലത്തിനെ ഞായറാഴ്ച വൈകുന്നേരം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ പിറകുവശത്തെ വാതിൽ ചവിട്ടി തുറന്ന നിലയിലായിരുന്നു. മുറിക്കുള്ളിൽ മുളകുപൊടി അടക്കം വിതറിയിരുന്നു. കഴുത്തിൽ ഷാൾ കുരുക്കിയ നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലും മുഖത്തും പാടുകളൊക്കെ കണ്ടെത്തിയിരുന്നു. ഇതുകൊണ്ട് തന്നെ കൊലപാതകമാണെന്ന് ഉറപ്പിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടന്നത്. ഹംലത്തിന്റെ ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ ഇവരുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ലെന്നുമായിരുന്നു പോലീസ് ആദ്യം പ്രതികരിച്ചിരുന്നത്. ഈ ഹംലത്തിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതും കണ്ടെത്തിയിരുന്നു. KSEB വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ വൈദ്യുതി കണക്ഷൻ ഞായറാഴ്ച പുലർച്ചെ 12:30യോടെയാണ് വിച്ഛേദിച്ചതെന്ന് പിന്നീട് കണ്ടെത്തി. ഈ വൈദ്യുതി മീറ്ററിൽ നിന്ന് മെയിൻ സ്വിച്ചിലേക്കുള്ള വയർ വലിച്ചൂരിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് അന്വേഷണത്തെ സഹായിക്കുന്ന ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ആദ്യം ലഭിച്ചിരുന്നില്ല. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയെടുത്തെന്ന് സംശയിക്കുന്ന ചില ദൃശ്യങ്ങൾ അടക്കമാണ് പോലീസ് ശേഖരിച്ചിരുന്നത്. സംശയം തോന്നിയ 10-ലധികം ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 15-അംഗ പ്രത്യേക അന്വേഷണ സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത്. ഇതിലായിരുന്നു ആദ്യഘട്ടത്തിൽ 10 പേരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം തുടങ്ങിയത്. ഈ മൃതദേഹത്തിൽ ആന്തരികമോ ബാഹ്യമായ ഗുരുതര പരിക്കുകൾ ഇല്ലെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. എങ്കിലും കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോയി. സംശയം തോന്നിയ 60 പേരെ പിന്നീട് പലവട്ടമായി ചോദ്യം ചെയ്തു വരികയായിരുന്നു. വിവിധ ജില്ലകളിലും തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലും അന്വേഷണ സംഘമെത്തി ചിലരെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. തൊട്ടടുത്ത പള്ളിയിലെ ജീവനക്കാരനായ പ്രതി സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ മുതൽ അവിടെ തന്നെ ഉണ്ടാവുകയായിരുന്നു. പള്ളിയോട് ചേർന്ന് തന്നെയാണ് 7 കൊല്ലമായി ഇയാൾ താമസിച്ചിരുന്നതും. സംഭവത്തിന് ശേഷം ഒരു ദിവസം മാത്രമാണ് ഇയാൾ വീട്ടിൽ പോയത്. പ്രധാന സാക്ഷിയാക്കാമെന്ന് കരുതിയാണ് ആദ്യം പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇതിനിടെ ചില സംശയങ്ങളൊക്കെ തോന്നുന്നു. പിന്നീട് സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൽ നിർണായകമാവുകയായിരുന്നു. ഇയാളുടെ സംശയാസ്പദമായ ദൃശ്യങ്ങൾ കണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ത്രീയുടെ മൊബൈൽ ഫോണിലേക്ക് ഇയാൾ വിളിച്ചതിന്റെ വിവരങ്ങൾ ശേഖരിച്ചത്. മൃതദേഹം ഷീറ്റിട്ട് മൂടുകയും മുഖം മറയ്ക്കുകയും ചെയ്ത നിലയിലായിരുന്നു. സംഭവത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇയാളുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നി. 2 ദിവസമായി പ്രതിയെ നിരന്തരം ചോദ്യം ചെയ്തു. ഒടുവിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പിന് ശേഷം വൈകുന്നേരത്തോടെ അമ്പലപ്പുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. മറ്റു ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. യുവതിയെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങളിൽ കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ 2 പേർ പോലീസ് പിടിയിലായി. വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചതിന് മുൻ ഗ്രാമത്തലവനായിരുന്നയാൾ കാമുകി കൊന്ന് കഷ്ണങ്ങളാക്കി കിണറ്റിലിടുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളെ കൃത്യത്തിന് സഹായിച്ച ബന്ധുവും പോലീസ് പിടിയിലായിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഝാൻസിയിലാണ് ഈ ഒരു സംഭവം. സഞ്ജയ് പട്ടേൽ എന്നയാൾ രചന യാദവ് എന്ന സ്ത്രീയുമായി പ്രണയത്തിലായിരുന്നു. ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയതാണെന്നും അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തുടങ്ങിയതെന്നുമാണ് പോലീസ് പറയുന്നത്. തന്നെ വിവാഹം കഴിക്കണമെന്ന് രചന സഞ്ജയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ സഞ്ജയ് ഇതിനൊന്നും ഒരുക്കമായിരുന്നില്ല. പിന്നാലെയാണ് ഈ കൊലപാതകം. കിഷോർപുര എന്ന ഗ്രാമത്തിലെ കിണറ്റിൽ നിന്നാണ് രചനയുടെ മൃതദേഹ ഭാഗങ്ങൾ 2 ചാക്കുകളിലായി കെട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓഗസ്റ്റ് 13-ന് കൊലപാതക വിവരം പുറത്തറിയുകയായിരുന്നു. കിണറിന് സമീപത്തുകൂടി പോവുകയായിരുന്ന കർഷകൻ പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നു എന്നത് അന്വേഷിച്ചപ്പോഴാണ് ഈ കിണറിനരികിൽ നോക്കിയപ്പോൾ കിണറ്റിൽ 2 ചാക്കുകെട്ടുകൾ കിടക്കുന്നത് കണ്ടത്. ഇത് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹ ഭാഗങ്ങളാണെന്ന് വ്യക്തമായത്. സംഭവം അറിഞ്ഞ പ്രദേശത്ത് പിന്നീട് നാട്ടുകാരൊക്കെ തട്ടിച്ചുകൂടി. പിന്നാലെ പോലീസും സ്ഥലത്തെത്തി. കിണറിലെ വെള്ളം വറ്റിച്ചായിരുന്നു ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തേക്കെടുത്തത്. തലയും കാലുകളും കിണറ്റിൽ നിന്ന് കണ്ടെടുക്കുവാൻ സാധിച്ചില്ല.
ഇതോടെ കൊല്ലപ്പെട്ടത് ആരാണെന്ന് തിരിച്ചറിയാൻ പിന്നെയും വൈകി. 100-ലധികം ആളുകളെ ചോദ്യം ചെയ്തു. 200-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. നാട്ടിലാകെ പോസ്റ്ററുകൾ വിതരണം ചെയ്തുമെല്ലാമാണ് ഈ പോലീസ് ഇരയുടെ വിവരം കണ്ടെത്തിയത്. ഝാൻസി സ്വദേശിയായ രചന യാദവാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. വിവാഹം കഴിക്കണമെന്ന രചനയുടെ തുടർച്ചയായ നിർബന്ധത്തെ തുടർന്ന് ഇവരെ കൊലപ്പെടുത്തുവാൻ സഞ്ജയ് തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ശ്വാസം മുട്ടിച്ചാണ് രചനയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. തെളിവ് നശിപ്പിക്കുവാനായി മൃതദേഹം കഷ്ണങ്ങളാക്കി കിണറ്റിൽ തള്ളുകയായിരുന്നു. മുതലമടയിലെ റിസോർട്ടിൽ ആദിവാസി ജീവനക്കാരനെ മുറിയിൽ അടച്ചിട്ടു മർദ്ദിച്ചു. ഇടുക്കപ്പാറ ഊർക്കുളം കാട്ടിലെ തോട്ടിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിലെ ജോലിക്കാരനായ 54-കാരനായ വെള്ളയാനയാണ് ക്രൂരമായി മർദ്ദിച്ചത്. മൂച്ചം കൊണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയാന 5 ദിവസമാണ് അടച്ചിട്ട മുറിയിൽ വെച്ച് മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഒരു നേരം മാത്രമായിരുന്നു പലപ്പോഴും ഭക്ഷണം നൽകിയിരുന്നത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മുൻ പഞ്ചായത്ത് അധ്യക്ഷ പി കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സ്ഥലത്തെത്തി. സംഭവം സ്ഥിരീകരിച്ച് പോലീസിന് വിവരം അറിയിച്ചതോടെ കൊല്ലങ്കോട് പോലീസ് സ്ഥലത്തെത്തി വെള്ളയാനയെ മോചിപ്പിച്ചു. ആരോഗ്യസ്ഥിതി മോശമായ വെള്ളയാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനിടെ ഊന്നുകാലിൽ ആൾ താമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ സ്ത്രീയെ കൊലപ്പെടുത്തി ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. ദേശീയപാതയുടെ വീടിന്റെ വർക്ക് ഏരിയയോട് ചേർന്നുള്ള ഓടയുടെ മാൻഹോൾ വഴിയാണ് മൃതദേഹം തിരികെ കയറ്റിയത്. കുറുപ്പുംപടി സ്വദേശി വൈദികന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇരുനില വീടും മുൻപിലുള്ള ഹോട്ടലും. വൈദികൻ വെള്ളിയാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് ഈ കൊലപാതക വിവരം പുറത്തിറങ്ങിയത്. പരിസരത്ത് ദുർഗന്ധം വമിക്കുന്ന കാര്യം അദ്ദേഹം പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ബുധനാഴ്ച വൈദികൻ എത്തിയപ്പോൾ വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർന്നതും തറയിൽ രക്തക്കറയും കണ്ടു. മോഷണ ശ്രമമെന്ന് കരുതി പോലീസിൽ അറിയിക്കുകയായിരുന്നു. അന്നും പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തുകയായിരുന്നു. ഉച്ചയോടെ കണ്ടെത്തിയ മൃതദേഹം നടപടികൾക്ക് ശേഷം വൈകിട്ട് 6 ഓടയുടെ സ്ലാബ് നീക്കി പുറത്തെടുത്തത്. 60 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ അഴുകിയ നിലയിലുള്ള മൃതദേഹത്തിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടായിരുന്നില്ല. ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി രാത്രി മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റൂറൽ ജില്ലാ പോലീസ് മേധാവി M ഹേമലത സ്ഥലത്തെത്തി പരിശോധന നടത്തി. തെളിവ് ശേഖരണത്തിനും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിയിരുന്നു. കൊലപാതകമാണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത്. വേങ്ങൂർ സ്വദേശിനിയെ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാണാതായതായി കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. ഇവരുടെ ബന്ധുക്കൾ എത്തിച്ചുവെങ്കിലും മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സ്ത്രീയുമായി ബന്ധമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത്. പെരുമ്പാവൂർ ASPയും മൂവാറ്റുപുഴ DYSPയും ഉൾപ്പെട്ട പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ഇതിനിടെ വീടിനുള്ളിൽ യുവാവിനെ ഫാനിൽ തൂങ്ങിയ നിലയിലും യുവതിയെ മറ്റൊരു മുറിയിൽ മരിച്ച നിലയിലും കണ്ടെത്തി. ഇടുക്കി ഉടുമ്പന്നൂർ പാറേക്കവല മനയ്ക്കത്തണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അടിമാലി കൊന്നത്തടി മണിയനാനിക്കൽ ശിവഘോഷ് എന്ന 20-കാരനെയും അടിമാലി പാറത്തോട് പൂതപ്പള്ളി ഈഞ്ചപ്ലായ്ക്കൽ 20-കാരിയായ മീനാക്ഷി എന്നിവരാണ് മരിച്ചത്. ശിവഘോഷ് വാഴക്കുളത്ത് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയാണ്. മീനാക്ഷി വാഴക്കുളത്ത് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ D.Ed വിദ്യാർത്ഥിയാണ്. ശിവഘോഷിന്റെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന പാറേക്കവലയിലെ വീട്ടിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ഈ സംഭവം. ബന്ധുവായ ആദർശ് ഫോണിൽ ശിവഘോഷിനെ പല പ്രാവശ്യം വിളിച്ചുവെങ്കിലും കിട്ടിയിരുന്നില്ല. അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ ശിവഘോഷിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ അയൽവാസികളുടെ സഹായത്തോടെ താഴേക്കിറക്കി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിന്നീട് വീടിനുള്ളിൽ കയറിയവരാണ് അടുത്ത മുറിയിൽ മീനാക്ഷി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിമണ്ണൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മീനാക്ഷിയുടെ കഴുത്തിൽ ഷാൾ മുറിക്ക് പാടുണ്ടെന്നും പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.